മറ്റ് രാജ്യങ്ങളിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വാഹനം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ MG എന്ന വാഹന നിർമ്മാണ കമ്പനി ഈ ഒരു വാഹനത്തിന് ഇട്ടിരിക്കുന്ന പേര് വിൻസർ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഹെക്ടർ, ഗ്ലോസ്റ്റർ പോലുള്ള ആ ഒരു വാഹന ശ്രേണിയിലേക്ക് ആഡ് ചെയ്യാനായിരിക്കണം വിൻസർ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. സോ വെൽക്കം ടു ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ ഓഫ് MG വിൻസർ. വെൽക്കം ടു ടർബോ ഡ്രൈവ്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു MPVയുടേതായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ SUVയുടേതായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കോമ്പാക്ട് SUVയുടെ പ്രൈസിങ്ങിലുമാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MG ഈ ഒരു വാഹനത്തിന് വിളിക്കുന്നത് CUV എന്നാണ്, അതായത് കോമ്പാക്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് MG ഈ ഒരു വാഹനത്തിനെ വിളിക്കുന്നത്. സോ ഫ്രണ്ട് ഭാഗത്തെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിലും പുറത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാണുന്ന ചില വാഹനങ്ങളോട് സാമ്യം തോന്നുമെങ്കിലും MGയുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഡിസൈൻ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു DRL കാണാൻ കഴിയും. അത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ ഒരു സൈഡ് വരെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ആൻഡ് നിറയെ ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു വാഹനത്തിന് കുറച്ച് ഭംഗി നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് MGയുടെ ഒരു ലോഗോ കാണാം. ഇതിലൊരു ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ EV ആയതുകൊണ്ട് തന്നെ ഗ്രില്ലും കാര്യങ്ങളൊന്നുമില്ല. മോറിസ് ഗാരേജിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 360° പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറി ഉള്ള വാഹനങ്ങൾക്കൊന്നും ഇപ്പോൾ നിലവിൽ ഫോഗ് ലാംപ്സ് മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നില്ല. ഈ ഒരു ക്രോം ഭാഗം കൊടുത്തിരുന്ന സ്ഥലത്ത് ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ആൻഡ് ഇവിടെ നമുക്കൊരു ADASൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ഈ ഒരു വിൻസറിൽ ADAS ലഭിക്കുന്നില്ല. ഒരു പക്ഷേ അടുത്തൊരു അപ്ഡേറ്റിൽ നമുക്ക് ADAS ലഭിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു വാഹനത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് MG വിൻസറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കാണ്, അതായത് 9.99 ലക്ഷം രൂപയ്ക്കാണ് MG ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലൊരു ക്യാച്ച് ഉണ്ട്. ഓരോ കിലോമീറ്ററിനും നമ്മൾ 3.5 രൂപ വെച്ച് MGക്ക് കൊടുക്കണം. അതായത് വാഹനം നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ബാറ്ററി ആസ് എ സർവീസ്, ബാറ്ററി നമുക്ക് റെൻ്റൽ ബേസിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ ഓടാൻ 3.5 രൂപ നമ്മൾ MGക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഒരു പരിധി നോക്കുകയാണെങ്കിൽ അത് ചില ആൾക്കാർക്ക് ഉപകാരപ്പെടും. ബട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മളൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. മന്ത്ലി 1500 രൂപയുടെ ഒരു പ്ലാൻ MG അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഓടാനും നമ്മൾ ഓടുന്നതിന് മാത്രം പേ ചെയ്യാൻ കഴിയുന്ന രീതിയിലുമുള്ള പാക്കേജസും ഈ ഒരു വിൻസറിൻ്റെ കൂടെ MG അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ആൻഡ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. 360° പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് മിററിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മിറർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. $135 റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ലിവ് ബിസിനസ് ക്ലാസ് എന്നാണ് MG ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സോ ഇങ്ങനെ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സീറ്റ് നിങ്ങൾക്ക്, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടായിട്ട് കിടന്നുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് അക്സസറിയാണ്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഇത് വാഹനത്തിലൂടെ കിട്ടില്ല. സോ ഇങ്ങനത്തെ ഒരു നെക്ക് പില്ലോയും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് റിക്ലൈൻ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് എന്ന് പറയുന്നത് മൂൺ റൂഫാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബട്ട് എങ്കിലും ഈ ഒരു റിക്ലൈനിങ് പൊസിഷനിൽ അത്യാവശ്യം നല്ല ഒരു വ്യൂ കിട്ടിക്കൊണ്ട്, അത്യാവശ്യം നല്ലൊരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് പുതിയ MG വിൻസറിൽ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആംബ്രസ് വിത്ത് കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. സോ ഇത്തിരി നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ഫ്ലാറ്റ് ആണ്. ബിക്കോസ് ഇതൊരു EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഫ്ലോർ ഫ്ലാറ്റ് ആണ്. AC വെൻസും ചാർജിങ് പോർട്സും കൊടുത്തിട്ടുണ്ട്. നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂമും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിലും വളരെയധികം ടെക് ലോഡറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും ടെക് ലോഡറാണ്. ഒരു 15 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് വലിപ്പമുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. 2 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ആംറസ്റ്റ്, ചാർജിങ്, വയർലെസ് ചാർജിങ് പാഡ്, 3 കപ്പ് ഹോൾഡേഴ്സ്. താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ ലഭിക്കും. സീറ്റിൽ കൊടുത്ത കുഷനിങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ ബിൽട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ട് ഓറിയൻറ്റഡായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 9 സ്പീക്കേഴ്സിൻ്റെ വളരെ ഗംഭീര മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസിലും കോപ്പർ എലമെൻറ്റുള്ള ഇൻസെറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള വളരെ ടെക് ലോഡഡായിട്ടും ഫീച്ചേഴ്സ് ലോഡഡായിട്ടുമാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. MG വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു കോമ്പാക്ട് SUVയുടെ വിലയ്ക്ക് ഒരു ഇലക്ട്രിക് വാഹനം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ഫീച്ചേഴ്സും കംഫർട്ടും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ 90% കാര്യങ്ങളും ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊണ്ടാണ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഈവൻ ഈ ഒരു മൂൺ റൂഫിൻ്റെ സൺഷെയ്ഡ് ഓപ്പൺ ചെയ്യുന്നത് പോലും അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ്
നോർമലി നമുക്ക് ഇവിടെയാണ് ആ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൺഷെയ്ഡ് ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അത് നമ്മുടെ ഡ്രൈവിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലെ ഈ ഒരു ബട്ടണിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒരു വേർഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ചധികം കൺട്രോൾസ് എല്ലാം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെയധികം ഒരു ലാപ്ടോപ്പിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും മാറാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് എ സിയുടെ കൺട്രോൾസിന് മാത്രമായിട്ടാണ് ആ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് കോമറ്റിൽ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിൽ കുറച്ച് സൈസ് കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ കോമറ്റിൽ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഒന്ന് ഓഫ് ആക്കണമെങ്കിൽ, ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിയറിംഗിൻ്റെ താഴ്ഭാഗത്തായിട്ട്. അതും ഈ ഒരു വിൻസറിലും ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗിയർ സെലക്ഷൻ നോബ്, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും അതിൻ്റെ പൊസിഷനിങ്ങും എല്ലാം നമ്മൾ ഈ സ്ക്രീനിലാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് എന്ന് MG അവകാശപ്പെടുന്നെങ്കിൽ പോലും ബേസിക്കായിട്ട് നമ്മൾ ശീലിച്ച ശീലങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ ഒരു ശീലത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട രീതിയാണ് ഈ ഒരു MG വിൻസറിലേക്ക് നമ്മൾ വരുമ്പോൾ. അത് എന്നെ അത്രമാത്രം കൺവിൻസിങ് ചെയ്തിട്ടില്ല. ബിക്കോസ് വാഹനത്തിൻ്റെ ചില ഫങ്ഷൻസ് എപ്പോഴും ആ ഒരു തനത് രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. അത് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കംഫർട്ടും നമ്മുടെ സേഫ്റ്റിക്കും അതാണ് ബെറ്റർ. 38 kWh പവറുള്ള ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ ചാർജിൽ 331 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ് MG അവകാശപ്പെടുന്നത്. ക്ലെയിംഡ് റേഞ്ചാണ്. സോ ഇപ്പോൾ 95% ചാർജ് ഉണ്ട്. ഇപ്പോൾ 303 കാണിക്കുന്നുണ്ട്. 100% കിട്ടിയപ്പോൾ ഏകദേശം 315, 320 ആ റേഞ്ചിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് MG ആസ് എ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ എപ്പോഴും ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 300 വളരെ കംഫർട്ടായിട്ട് വളരെ ഗ്യാരൻറ്റിയോട് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ബിക്കോസ് MG കോമറ്റ് ZSEVയിലൊക്കെ നമ്മൾ കണ്ടതാണ്. MG കോമറ്റിലാണെങ്കിൽ പോലും 200 കിലോമീറ്ററിന് മുകളിലാണ് അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് പറയുന്നത്. അത് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നുമുണ്ട്. ആൻഡ് പവർ നോക്കുകയാണെങ്കിൽ 136 PS പവറും അതുപോലെ തന്നെ 300 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സോ സിറ്റി ട്രാഫിക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മാനുവർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം. ആൻഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം ഉള്ള ആ ഒരു സ്വഭാവം ഈ ഒരു വാഹനത്തിനുണ്ട്. ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് EV വാഹനങ്ങൾക്കെല്ലാം ഉള്ളതാണ്. അത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നൊരു ക്യാബിനാണ്. ഇവൻ 4 സൈഡ് നോക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നൊരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നമുക്കറിയാം ഇതൊരു MPV ആ ഒരു കാറ്റഗറി ആ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ വിസിബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് മുമ്പോട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു വിസിബിലിറ്റി കിട്ടുകയുള്ളൂ. ബട്ട് ഈവൻ ആ ഒരു വിസിബിലിറ്റി ടോട്ടൽ ഡ്രൈവിംഗ് വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് വിസിബിലിറ്റിയാണ്. ഈവൻ മിറേഴ്സ് ആണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ഒരു മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് എങ്കിലും ആ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് മാറാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉള്ളത് ഗ്ലാസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മഴക്കാലത്ത് നോർമലി നമുക്കറിയാം വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വിസിബിലിറ്റി ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. വിസിബിലിറ്റി ബ്ലോക്ക് ആകാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 മിററിലേക്കുള്ള വിസിബിലിറ്റി ചിലപ്പോൾ ഇവിടെ ഒരു ഫോഗ് പോലുള്ള ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അത് ടാക്കിൾ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവും. ആ എയർ സർക്കുലേഷൻ ആ ഒരു ഫോഗിൻ്റെ ആ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂ തടസ്സപ്പെടുത്തുന്ന ആ ഒരു ഫാക്ടർ എലിമിനേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. സോ വിച്ച് മീൻസ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം വളരെയധികം മീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാഹനം MG അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് പിൻഭാഗത്തെ സീറ്റ് ആണെങ്കിലും ആ ഒരു 135 ഡിഗ്രിയിൽ റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് ഈവൻ ഒരാൾക്ക് വേണമെങ്കിൽ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിവ് ബിസിനസ് ക്ലാസ് എന്നുള്ള ടാഗ്ലൈനോട് കൂടി MG വിൻസറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് അല്ല, ആക്ച്വലി ഇത് മൂൺ റൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, വിൻഷീൽഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് വേറെ കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇവൻ സൈഡ് ഗ്ലാസ്, നമ്മുടെ സൈഡ് മിറർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ് വാഹനം ഓടിക്കുന്ന സമയത്ത്. ആ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലും ഈ ഒരു ടച്ച് സ്ക്രീനിൻ്റെ സഹായത്തോടു കൂടിയല്ല ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റിയറിംഗ് വീലിലാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല MG എന്തുകൊണ്ടാണ് ആ ഒരു ലോജിക്ക് ഫോളോ ചെയ്യുന്നത്. ബട്ട്
അത് കൺവെൻഷണൽ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ആ രീതിയിൽ തന്നെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നിടം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത് എല്ലാ വാഹനങ്ങളും കുറേ കാര്യങ്ങൾ എല്ലാ മാനുഫാക്ചേഴ്സും കീപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിൽ നിന്നും മാറി MG ചെയ്തു ഒരു കണക്കിന് നോക്കുമ്പോൾ, ഒരു പരിധിയിൽ നോക്കുമ്പോൾ അത് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് വേണമെങ്കിൽ പറയാം. ബട്ട് ഒരു പുതിയൊരു ഡ്രൈവർ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പം കൺട്രോൾസ് കിട്ടണമെന്നില്ല, മിററിലെ വ്യൂ തടസ്സപ്പെട്ടേക്കാം, അത് മേ ബി വലിയൊരു ആക്സിഡൻറ്റിലേക്കൊക്കെ നയിച്ചേക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്കത് അത്ര ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തോന്നിയില്ല. അത് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ആൻഡ് സ്റ്റിയറിംഗ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്, 2 സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് തന്നെ വാഹനം നമ്മുടെ റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ബാറ്ററി EV വാഹനങ്ങൾക്കുള്ള ആ ഒരു സ്റ്റെബിലിറ്റി, അടിയിൽ നല്ല ഒരു ബാറ്ററി പാക്സ് വാഹനത്തിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് റേഷ്യോ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഓടിക്കുന്ന സമയത്തും നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിൽ വളരെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. 604 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് MG വിൻസറിൽ ഓഫർ ചെയ്യുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴും ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മികച്ച ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് ലാമ്പും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. 60-40 സ്പ്ലിറ്റ് റേഷ്യോ ഉള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചധികം സ്പേസ്, അത് 600 എന്നുള്ളത് ചിലപ്പോൾ 1200 ലിറ്റർ സ്പേസിലേക്ക് മാറാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയധികം വലിയൊരു വാഹനം കൂടിയാണ് MG വിൻസർ എന്ന് പറയുന്നത്. പവർ ടെയിൽ ഗേറ്റ് അല്ല, MGയുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പവർ ടെയിൽ ഗേറ്റ്. എന്നാൽ പവർ ടെയിൽ ഗേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 51% MGയുടെ ഓഹരികൾ ഇപ്പോൾ JSW ആണ് ഓൺ ചെയ്യുന്നത്. JSWൻ്റെ കുറച്ചധികം സ്റ്റീൽ ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയധികം ബിൽഡ് ക്വാളിറ്റി ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിയർ വൈപ്പർ കൊടുത്തിട്ടില്ല, പക്ഷേ ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു എയ്ഡാസിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ എന്തായാലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് MG പറഞ്ഞിരിക്കുന്നത് 12 മാസത്തിനുള്ളിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്തായാലും എയ്ഡാസിൻ്റെ ഒരു ഫീച്ചർ ലെവൽ 2 ലെവൽ 3 എയ്ഡാസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതിന് ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിലും ആ ഒരു LED സ്ട്രിപ്പ് 2 എൻഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഫുൾ LED ബാർസാണ് കൊടുത്തിരിക്കുന്നത്. സോ EV എന്നുള്ള ബാഡ്ജിങ്ങും MGയുടെ ലോഗോയും മോഡൽ ബ്രാൻഡിങ്ങും ഒക്കെ ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ MG ഈ ഒരു വാഹനം എയിം ചെയ്യുന്നത് ഒരു പെട്രോൾ വാഹനത്തിൻ്റെ വിലയ്ക്ക് ഒരു ഇലക്ട്രിക് വാഹനം, എന്നാൽ റണ്ണിങ് കോസ്റ്റ് പെട്രോൾ വാഹനത്തിൻ്റെ അത്രയും ഇല്ല. ആ ഒരു റണ്ണിങ് കോസ്റ്റ് ബാറ്ററിയുടെ ഒരു റെൻ്റലായിട്ടാണ് കമ്പനി സ്വീകരിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനം MG അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അധികം ഓട്ടമില്ലാത്തവർ ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതായത് 18 ലക്ഷം രൂപ കൊടുത്തൊരു ഫുൾ ഇലക്ട്രിക് വാഹനം മേടിക്കുന്നതിലും ബെറ്റർ 10 ലക്ഷം മുടക്കി MG വിൻസർ മേടിച്ചിട്ട് ഓടുന്നതിന് മാത്രം എത്ര ഓടിയോ അതിനുള്ള തുക മാത്രം MGക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് MG ഇതിനെ കണക്കാക്കുന്നത്. കൂടാതെ ആദ്യത്തെ യൂസേഴ്സിന് 1 വർഷം ചാർജിങ് MGയുടെ ആപ്പ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തേക്കുള്ള ഇലക്ട്രിക് ചാർജിങ്ങും ഫ്രീ ആയിട്ട് MG ഓഫർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള നിരവധി പാക്കേജുകൾ, നിരവധി ഫീച്ചേഴ്സുകൾ ഈ ഒരു ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് MG അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് MG വിൻസറിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.